ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര MLA, പഴയ മുൻ മന്ത്രി KT ജലീൽ, പഴയ മുസ്ലിം ലീഗിൻ്റെ നേതാവ്, അദ്ദേഹം കൊടുത്തൊരു പ്രസ്താവന നിങ്ങൾ കണ്ടു കാണും. ഒരു സെമിനാറിൽ പ്രസംഗിച്ചപ്പോൾ കേരളത്തിൽ ഒരു മുസ്ലിം വിഭാഗക്കാരുടെ വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. കേരളത്തിലെ മദ്രസകളാണ് ഏറ്റവും കൂടുതൽ, അത് അവിടെ പഠിച്ചിറങ്ങുന്നവരാണ് ഈ പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ് അത് ഉപയോഗിക്കുന്നവരും അതിൻ്റെ പെഡലേഴ്സും. അപ്പം മുസ്ലിം ലീഗിൻ്റെ പല ആൾക്കാർ സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള തർക്കങ്ങളും സുഡാപ്പികളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. റിയാലിറ്റി നമുക്ക് കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് 22, 23. അപ്പം 2022 ഈ പറയുന്ന നോർത്തേൺ ഡിസ്ട്രിക്റ്റ്, അതായത് മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾക്ക് ആ ഗ്രാഫിക്സിൽ കാണാൻ സാധിക്കും. 2022 ഏകദേശം 1200ഓളം പേരായിരുന്നുവെങ്കിൽ 2023 അത് 10,000-ന് മുകളിൽ പോയി. 2 ഡിസ്ട്രിക്റ്റ്, മലപ്പുറവും കോഴിക്കോടും മാത്രം. അതിൽ പിടിക്കപ്പെട്ട 98% ഇസ്ലാമിക വിശ്വാസികളാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചെറുപ്പക്കാരാണ്. തർക്കിക്കാനുണ്ടോ? ഇതായിട്ട് ഗ്രാഫിക്സ് കണ്ടു. ഇത് കേരള പോലീസിന്റെ ഗ്രാഫിക്സ് ആണ്. കേരള പോലീസ് ഗ്രാഫിക്സ് അല്ല, കേരള പോലീസിന്റെ അറസ്റ്റ് ചെയ്ത കണക്കുകളാണ് 2024. ഉറപ്പായിട്ടും പറയാം, ഇത് ഏകദേശം 15,000-ന് മുകളിൽ പോയിട്ടുണ്ട്. 15,000, 20,000 ടച്ച് ചെയ്തിട്ടുണ്ട്. അതിന് കണക്കുകൾ വന്നിട്ടില്ല. ഇതിൻ്റെ അടുത്തൊരു സംഭവം നിങ്ങൾ കണക്ക് കാണുക. ഈ ഗ്രാഫിക്സിൽ നിന്ന് കാണാം കേരള ഗവൺമെൻറ് ഒരു വർഷം എത്രയാണ് അവരുടെ ബജറ്റ് അലോക്കേഷൻ മദ്രസ ടീച്ചേഴ്സിന് വേണ്ടിയും ഗ്രാൻഡായിട്ടും മിസ്ലേനിയസും അവർക്ക് ശമ്പളം കൊടുക്കാനും ഒരു വർഷം ചെലവാക്കുന്നത് 20 കോടിയാണ്. ബജറ്റ് മാത്രം, വേറൊന്നുമല്ല, ബജറ്റ്. അതിൻ്റെ അകത്ത് ശമ്പളമുണ്ട്, അവർക്ക് ഗ്രാൻഡ് ഉണ്ട്, അവർക്ക് ബിസിനസ് പണിയാനുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കൂടെ 20 കോടിയിൽ മുകളിലാണ്. കേരള ഗവൺമെൻറ് ഒഫീഷ്യൽ റെക്കോർഡ് നിങ്ങൾക്ക് ഗ്രാഫിക്സ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് ഒഫീഷ്യൽ റെക്കോർഡാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത റെക്കോർഡൊന്നുമല്ല. അപ്പോൾ 20 കോടി രൂപ കേരള ഗവൺമെൻറ് ഈ മദ്രസ അധ്യാപകർക്കും അവരുടെ മിസ്ലേനിയസ് ചെലവുകൾക്കും കുട്ടികൾക്കും അവരുടെ ഗ്രാൻറ്റിനും ചെലവഴിക്കുന്നു. അത് കേരള ഗവൺമെൻറ്. ഇനി 2ഓളം ജില്ലകൾ, അതായത് കോഴിക്കോടും മലപ്പുറം എടുക്കുക. ഇവിടെ ഏകദേശം എത്രത്തോളം മദ്രസകളുണ്ട്? ഏകദേശം 4,000-ന് മദ്രസകളുണ്ട്. കാരണം മലപ്പുറം വലിയ ജില്ലയാണ്, ജനസംഖ്യ കൂടുതലാണ്. 4,000-ൽ പരം മദ്രസകൾ ഈ 2 ജില്ലയും, മറ്റുള്ള കണ്ണൂരും ഈ കാസർഗോഡും ഇതിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നോർത്തേൺ കേരള ഈ 4ഓളം ഡിസ്ട്രിക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇത്രയും പേരുണ്ട്, അതായത് ഇത്രമാത്രം മദ്രസകൾ. ഇനി കേരള ഗവൺമെൻറ്റിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ജലീലിനോട് മാത്രമല്ല പിണറായി വിജയൻ ഗവൺമെൻറ്റിനോട് ചോദിക്കുമ്പോൾ എനക്കറിയില്ല എന്നൊരു കോപ്പിലെ വർത്താനമല്ല പറയണ്ട. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. എനക്കറിയില്ല അതല്ല ചോദിക്കണ്ടേ, ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. താങ്കളുടെ ഗവൺമെൻറ് ആണോ മദ്രസയ്ക്ക് ഇത്രയും ബജറ്റ് കൊടുക്കുന്നത് കഴിഞ്ഞ 9 വർഷം കൊണ്ട്? ഈ കൊടുത്തിട്ട് ഈ ചെറുപ്പക്കാരെ മുഴുവനും ഡ്രഗ് അഡിക്റ്റും കഞ്ചാവ് അഡിക്റ്റും ആയിട്ട് സാമൂഹ്യ വിരുദ്ധരാക്കുന്ന ഈ മദ്രസകളെ താങ്കൾ പൂട്ടാൻ തയ്യാറാണോ അല്ലയോ? അറ്റ്ലീസ്റ്റ് ബജറ്റിൽ നീ പണം എടുത്ത് മാറ്റ്. അതായത് എൻ്റെ ടാക്സ് കൊടുത്ത് ഇവിടെ ഡ്രഗിനും പെഡലേഴ്സിനും ഡ്രഗ് അത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ ഉണ്ടാക്കുന്ന മദ്രസകൾ, അതിന് എൻ്റെ ടാക്സ് എടുത്തും നിങ്ങളുടെ ടാക്സ് എടുത്തും ഈ ഗവൺമെൻറ് ഇത് കൊടുക്കുമ്പോൾ അത് മിണ്ടാതിരിക്കുന്ന നമ്മളാണ് സത്യം പറഞ്ഞ വിഡ്ഢികള്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വളരെ സീരിയസ് ഇഷ്യൂ ആണിത്. അത് KT ജലീലിന്റെ വായിന്ന് വന്നു, പല ആവർത്തി പറഞ്ഞിട്ടും അദ്ദേഹം മാറ്റാൻ തയ്യാറായില്ല. ആ ഒരു കാര്യത്തിൽ KT ജലീലിന് ഞാൻ അംഗീകരിച്ചു കൊടുത്തു. കാരണം പാലാ മെത്രാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും മറ്റു പലരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങ് പെരുപ്പായിരുന്നു. കാരണം ഇവിടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഈ ചെറിയ രീതിയൊന്നുമല്ല. അതായത് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് കേരളത്തിലേത്. ഞാൻ കൃത്യമായിട്ട് പറയാം.
ഈ പറയുന്ന BJPക്ക് ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി ഒന്നുമില്ല. കോൺഗ്രസിന്റെ കാര്യം പറയണ്ട. CPM ആണ് ഏറ്റവും മോശമായ രീതിയിൽ പോകുന്നു. ഈ CPMന്റെ സഖാക്കൾ തന്നെ എന്നെ വിളിച്ചത് കാര്യം പറയാറുണ്ട് പേഴ്സണലായിട്ട്. അതായത് കേരളത്തെ നശിപ്പിക്കുന്ന ഇത്രയും വലിയ ഡ്രഗ്, അതിൻ്റെ മാഫിയ മുഴുവൻ 2-3 ജില്ലകളിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവർ തന്നെയാണ് എറണാകുളത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുന്നുള്ളവർ തന്നെയാണ് തൃശ്ശൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുന്നുള്ളവർ തന്നെയാണ് കൂടുതലും പത്തനംതിട്ടയിലും മറ്റുള്ള ജില്ലയിലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പെഡലേഴ്സാണ് ഇവര്. അതുകൊണ്ടാണ് ഇത്രയും കേസുകൾ ഒറ്റയടിക്ക് കയറി ഈ പറയുന്ന അവിടെ താമസിക്കുന്നവരുടെ അടുത്തോട്ട് പോയത്. നിങ്ങളിത് ചെറിയ കാര്യമായിട്ട് കണക്കാക്കണ്ട. ഒന്നില്ലെങ്കിൽ ഈ ജില്ലയെ പൂർണ്ണമായിട്ട് അടിച്ചൊതുക്കുക. കാരണം ഇതിന് ഉത്തരം കിട്ടിയേ മതിയാവത്തുള്ളൂ. ഇത് വെറുതെ സംസാരിച്ചോട്ടുള്ള കാര്യമൊന്നുമില്ല. വളരെ സീരിയസ് ഇഷ്യൂ ആണ്. വളരെ വളരെ സീരിയസ് ഇഷ്യൂ ആണ്. അതായത് മനസ്സിലാക്കുക, ഓരോ വർഷം നമ്മൾ 20 കോടി കൊടുക്കുന്നു. നമ്മുടെ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് 20 കോടി എടുത്തിട്ട് മദ്രസയ്ക്ക് കൊടുക്കുന്നു. ആ മദ്രസയിൽ ഈ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിട്ട് അവിടെ പഠിക്കുമ്പോഴോ പുറത്തു വരുമ്പോഴോ ഡ്രഗ് ഡീലേഴ്സ് ആകുന്നു, ഡ്രഗ് പെഡലേഴ്സ് ആകുന്നു. ആലോചിച്ച് നോക്കുക. അതിനെപ്പറ്റി ഉത്തരം വേണം. ഇത് കേരളത്തിലുള്ള നിങ്ങളിത് മറ്റുള്ള വീണാ വിജയൻ മറ്റുള്ള ഇഷ്യൂ പോലൊന്നും അല്ല. ഇത് ഒരു തലമുറ തന്നെ, വരാനുള്ള തലമുറയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സെയിം പാകിസ്ഥാൻ എഫക്റ്റാണ്. ഞാൻ എഫക്റ്റ് പറഞ്ഞുതരാം. പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ അങ്ങോട്ട് വളർത്തി, ഇന്ത്യക്കെതിരെ ആദ്യമാണ് വളർത്തുന്നത്. പിന്നെ ലോകം മുഴുവനും വളർത്തി. പിന്നീട് ആ തീവ്രവാദികൾ ആ പാകിസ്ഥാനെതിരെ തിരിഞ്ഞു. ഇപ്പോഴവിടെ ഉണ്ടാകുന്ന സംഭവം നോക്കുക. അവിടെ ഡ്രഗിൻ്റെ ഡീലേഴ്സും പെഡലേഴ്സും യൂസേഴ്സും എല്ലാം അവരുടെ സ്വന്തം കുടുംബത്തിൻ്റെ ശത്രുവായി മാറി. മനസ്സിലായില്ലയോ? അതാണ് മദ്രസ പൊട്ടന്മാരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ പല ആൾക്കാരും എന്നെ വല്ലാത്ത രീതിയിൽ എന്നെ അവഹേളിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഇത്രയും ഒഫീഷ്യൽ കേസുകളാണ്. അതായത് കഴിഞ്ഞ 1000-നും മുകളിൽ പോയി ഷൂട്ട് ചെയ്ത് 2 ജില്ലയിൽ. 2024 അത് 20,000-ന് മുകളിൽ പോകുമെന്നാണ് ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇവിടെ അറിയാൻ താല്പര്യമുണ്ട് ഇതെവിടെ പോയി നിൽക്കും. അതായത് ഇവിടുന്ന് പോകുന്നവരാണ് കേരളം മുഴുവനിൻ്റെ മേജർ ഡീലേഴ്സും. അവരാണിത് കൺട്രോൾ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ പിണറായി വിജയൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. അതായത് പൂർണ്ണമായിട്ട്. അപ്പം അതിൻ്റെ ആദ്യം നടപടി എന്തുവാ? മദ്രസകളുടെ ബജറ്റ് ഈ പറയുന്ന സംഭവം 20 കോടി ഒരു ദൂരം കളയോ ആദ്യം. കാരണം എൻ്റെ ടാക്സ് ഇതേപോലെ ഡ്രഗ് വളർത്താൻ കൊടുക്കാൻ പറ്റില്ല. അത് കേരളത്തിലുള്ളവർ ഒന്നടങ്കം അങ്ങ് തീരുമാനിക്കണം. എന്താണ് വെച്ചാൽ നേരിടുക. അതാണ് അതിനുശേഷം ഈ മദ്രസകൾ പൂട്ടുക. അറ്റ്ലീസ്റ്റ് അവിടുന്ന് വരുന്നവർ അവൻ ബോധം തുടങ്ങിയ സയൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അവന് ബോധം വെക്കട്ടെ. അറ്റ്ലീസ്റ്റ് അവന് പ്രായമായ ശേഷം 10-15 അവൻ മതം പഠിച്ചോട്ടെ. ആർക്കാ പ്രശ്നം? അറബി, അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോയിൽ പറയാം. കേരളത്തിലെ സ്കൂളുകളിലെ അറബി പഠിപ്പീര്. അതിന് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട പാർട്ടിയുണ്ട്. അതായത് ഒരാൾ പറയുന്നു മതേതര പാർട്ടിയാണ്. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ വെൽ സ്റ്റഡീഡാണ് മുസ്ലിം ലീഗിനെ പറ്റി. ഇതേപോലൊരു വർഗീയ പാർട്ടി ഈ പറയുന്ന സമസ്തയാണെങ്കിലും പല ഗ്രൂപ്പാണെങ്കിലും അവർക്കൊക്കെ പൊളിറ്റിക്കലി കവർ കൊടുക്കുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന ഈ വർഗീയതയും മതഭ്രാന്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് മുസ്ലിം ലീഗ്. അവർ അവരുടെ പൊളിറ്റിക്കൽ അംബ്രല്ലയിലോ ഉണ്ടായി വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. കാരണം അവരെതിർക്കും. കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇത് കൊടുക്കുക എന്ന്, അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രിയാവുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസം കുളവാക്കുന്നു. അതിനേക്കാളും കുളവാക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ. കേരളം പ്രബുദ്ധ കേരളം, ആ വാക്കിന് മിണ്ടി പോരുത്. പ്രബുദ്ധ കേരളം സോ ഹൊറിബിളാണ് ഇതിൻ്റെ കണക്കുകളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ. അപ്പം എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പിണറായി വിജയൻ ഗവൺമെൻറ് ആക്ഷൻ എടുക്കുമെന്ന്. ഒരു പ്രതീക്ഷയില്ല. കാരണം ഇവരെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് അറിയാം വോട്ട് ബാങ്ക് പ്രശ്നമുണ്ടാകും.
കോൺഗ്രസ് പ്രശ്നം ഉണ്ടാകും, ലീഗ് പ്രശ്നം ഉണ്ടാകും. കാരണം വോട്ട് ബാങ്കാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ കേരളത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ പോവുകയാണ്. ഇതിന് തീരുമാനമെടുക്കാൻ പോലും ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കഴിയില്ല. ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണം. സോഷ്യൽ മീഡിയ കൂടെ പ്രതികരിക്കണം. സോഷ്യൽ മീഡിയ ഇതിനേക്കാളൊക്കെ വളരെ പവർഫുൾ ടൂളാണ്. നിങ്ങൾ പ്രതികരിച്ച് കഴിയുമ്പോൾ ഇവർ ഉത്തരം കൊടുക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ നമ്മൾ നാശത്തിൻ്റെ വക്കിലാണ്, എഡ്ജിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കണം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.